ഇതുണ്ടോ, ഇതുപോലെ ഐസ് പിടിക്കും. നോർമലി ഇതൊന്നല്ല, ഇതിൽ കൂടുതലായിട്ട് ഐസ് പിടിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഐസ് പിടിക്കുന്നതായിട്ടുള്ള സംഭവം ചില ഫ്രിഡ്ജുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ചെല്ലുന്ന സമയത്ത് മൊത്തം ഐസ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഓവറായിട്ട് ഐസ് കട്ട പിടിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ തലേ ദിവസം ഇറച്ചിയോ മീനോ എന്തെങ്കിലും ഈ ഫ്രീസറിന്റെ അകത്ത് വെച്ചു, അത് നമ്മൾ ഇതുപോലെ പിറ്റേ ദിവസം ചെന്നിട്ട് എടുക്കാൻ നോക്കുന്ന സമയത്ത് എടുത്താൽ കിട്ടൂല, ഓവറായിട്ട് ടൈറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കിട്ടാനായിട്ട് കത്തിയോ സ്പൂണോ എന്തെങ്കിലും വല്ല കമ്പി കഷ്ണോ പപ്പടത്തിന്റെ കോലോ എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യും, തോണ്ടാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് മൊത്തം ഗ്യാസ് പാസ് ചെയ്യുന്ന കോയിലുകളാണ് ഈ ഫ്രീസറിന്റെ അകത്ത് മൊത്തം വരുന്നത്. ഫുള്ളായിട്ട് ഗ്യാസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൂചി, അതുപോലെ സൂചിന്റെ ഓട്ടയാൽ മതി, ചെറിയൊരു ഓട്ടയാൽ മതി, ഫ്രിഡ്ജ് കംപ്ലീറ്റ് ഗ്യാസ് പോവും. പിന്നെ ഫ്രീസർ മാറ്റി കംപ്രസർ വരുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാഹചര്യം വരുന്നുണ്ട്, കത്തിപ്പിടിക്കാൻ സാഹചര്യം വരുന്നുണ്ട്. ഇങ്ങനെ ഈ കത്തിയോട് തോണ്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പൂണോട് തോണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അങ്ങനെ ഓവർ ഐസ് കട്ട പിടിക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ഫ്രിഡ്ജുകൾക്കും സൈഡിൽ അല്ലെങ്കിൽ മുകൾ ഭാഗത്ത്, ഇപ്പൊ ഇത് ഹയറിന്റെ ഫ്രിഡ്ജാണ്, ഇതിന് വരുന്ന സൈഡിലാണ് ഈ ഒരു ബട്ടൺ വരുന്നത്. ഇപ്പൊ ഗോദ്രേജിന്റെ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗത്ത് ബട്ടൺ വരുന്നുണ്ട്. അങ്ങനെ പല കമ്പനിക്കും പല സൈഡിലായിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ആ ഡീഫ്രോസ്റ്റിന്റെ ബട്ടൺ അങ്ങനെ ഓവറായിട്ട് ഐസ് കട്ട പിടിച്ച് നിൽക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഫ്രിഡ്ജിന്റെ ഈ ഡീഫ്രോസ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഐസ് എത്രത്തോളം ഐസ് ആയിട്ടുണ്ട് എന്നുള്ളത് അതിനനുസരിച്ച് ടൈം പിടിക്കും. മാക്സിമം ഫുൾ ആയിട്ട് ഐസ് പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും ടൈം വേണം. 8 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രിഡ്ജ് റീസ്റ്റാർട്ട് ആയി വരും. നിങ്ങൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്യണ്ട, നിങ്ങൾ ഈ ബട്ടൺ മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജ് വീണ്ടും റീസ്റ്റാർട്ട് ആയി വരും. അങ്ങനെ റീസ്റ്റാർട്ട് ആയി വരുന്ന സമയത്ത് അപ്പൊ അതുവരെയുള്ള ഐസും വെള്ളവും ഒക്കെ മൊത്തത്തിൽ ബാക്കിൽ ട്രെയിനിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, അങ്ങനെ റീസ്റ്റാർട്ട് ആയി വരുന്ന സമയത്ത് ആളുകൾ ഇത് ഈ ഐസ് കട്ട പിടിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന് തന്നെ തെർമോസ്റ്റാറ്റ് കംപ്ലൈന്റും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിന്റെ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ഓരോ കമ്പനിക്കും വ്യത്യസ്തമായ രീതിയിലാണ് ഇത് സെറ്റിംഗ് വരുന്നത്. ഇപ്പൊ ഈ ഹയറിലെ കമ്പനിയിൽ വരുന്നത് വിന്റർ, മൺസൂൺ, സമ്മർ 3 കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചില കമ്പനികൾ 1, 2, 3, 4, 7 അങ്ങനെ 7 വരെയുള്ള നമ്പറുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളത് കാലാവസ്ഥക്ക് അനുസരിച്ച് ടൈം ടെമ്പറേച്ചർ കൂട്ടിയോണ്ടും കുറച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കാലാവസ്ഥക്ക് അനുസരിച്ച് നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയും കുറക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐസ് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജ് റീസ്റ്റാർട്ട് ആയതിനു ശേഷം നമ്മൾ ഇതിന്റെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും 2, 3, 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതുപോലെ ഐസ് പിടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ അടുത്തുള്ള ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യനെ വിളിക്കുക. അയാൾ വന്ന ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നുള്ള. പിന്നെ ഒരു സാധനം ചേഞ്ച് ചെയ്യാനുണ്ട്, അത് അവരെ കൊണ്ട് കേട്ട് അവരത് ചെയ്തു തരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വീട്ടുകാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം കത്തിയോണ്ട് സ്പൂണോണ്ടൊന്ന് തോണ്ടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഓഫ് ചെയ്ത്, പിന്നെ ഇതിനകത്ത് ഈ ഡീഫ്രോസ്റ്റിന്റെ ബട്ടൺ ഉണ്ട്, ഇത് മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ്, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, AC ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എല്ലാ ഐറ്റംസിന്റെയും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, ഇതുപോലുള്ള പല ടിപ്സുകളും കസ്റ്റമേഴ്സിന്, അതായത് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ രീതിക്ക് എന്തൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.